ഈ സമീപ ഭാവിയിൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളിലൊക്കെ സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരേ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ. അദ്ദേഹം വളരെ കൃത്യതയോട് തന്നെയാണ് കാര്യങ്ങൾ തന്നെ നിരീക്ഷണങ്ങൾ പറയുന്നതും വിമർശനം നടത്തുന്നതൊക്കെ തന്നെ. പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പല കേസുകളും കണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലും അത് കർക്കശ നിലപാടുകളും. ഏത് സർക്കാരാണേലും അദ്ദേഹം ആ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹമാണ് ഈ ശബരിമല സ്വർണ്ണ മോഷണത്തിനകത്ത് കർശന നിലപാട് സ്വീകരിക്കുകയും അതുപോലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അങ്ങനെ കുറേ സംഭവങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ. ഇത് മറ്റേ കെ ബിജുവിന് ഇടയ്ക്ക്, അതെ, കെ ബിജുവിനെ ഈ മറ്റേ നമ്മുടെ തോട്ടണ്ടി ഇറക്കുമതി അഴിമതിയിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നതിന് കാലതാമസം വരുത്തിയപ്പോൾ അതിൻ്റെ സെക്രട്ടറി അടക്കം, പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ വകുപ്പിനെ അടക്കം വിളിച്ച് വിമർശിക്കുകയും സർക്കാരിനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്ത് ഈ ജസ്റ്റിസ് എ ബദറുദ്ദീനാണ്. അപ്പോൾ ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം, അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു നിരീക്ഷണമല്ല, രൂക്ഷമായ ഒരു വിമർശനം നടത്തി. അതിനെ തുടർന്നാണ് റാം എന്ന് പറയുന്ന ഈ കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ സ്വാശ്രയ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണം ആത്മഹത്യാ പ്രേരണയായിട്ട് ബന്ധപ്പെട്ട് അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് ഹൈക്കോടതിയാണ്. അപ്പോഴാണ് റാം കീഴടങ്ങാൻ വരുമ്പോൾ പകുതി വഴിക്ക് വെച്ച് കേരള പോലീസ് വളഞ്ഞു പിടിച്ച് വളരെ ആസൂത്രിതമായിട്ട് കൊണ്ടുവന്ന് അവിടുത്തെ ക്രൈംബ്രാഞ്ച് അവിടെ കൊടുത്തു, കോടതിയിൽ കൊടുത്തു. കോടതി അപ്പോഴേ ഇറക്കി വിട്ടു. എന്താണ് സംഭവം? ക്രമങ്ങൾ പാലിച്ച്. അപ്പോൾ അതിനെതിരെ ഇന്ന് രൂക്ഷ വിമർശനമാണ് ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇവരുടെ ഹർജി, ഈ നിതിൻ രാജിൻ്റെ മാതാപിതാക്കളുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ പണത്തിന് മേൽ പരുത്തം പറക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ കേസിലെ പ്രതികൾ സമ്പന്നരാണല്ലോ, അവരുടെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കോടതി ഇന്ന് പരാമർശം നടത്തിയിട്ടുള്ളത്. അതിനകത്ത് നമുക്കറിയാം ആദ്യം തൊട്ടേ പോലീസിൻ്റെ ഒരു നിലപാട് ഡോക്ടർ റാമിന് അനുകൂലമാണ്. അന്ന് മാത്രമല്ല, ഇതെല്ലാം ലോൺ ആപ്പാണ് പിന്നിലുള്ള കാരണം ഒന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. അതിനകത്ത് ജഡ്ജി അത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ലോൺ ആപ്പിൻ്റെ കുറ്റവാളികളെ നിങ്ങൾ പിടികൂടി എല്ലാം നടപടിക്രമം പാലിച്ചു കൊണ്ടുപോകും, എല്ലാം പാലിച്ചിട്ട് നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി നിങ്ങൾ റാമിനെ എങ്ങനെ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൊണ്ടുപോയി? ഒന്ന്, അയാൾക്ക് കൊടുത്ത നോട്ടീസ് മലയാളത്തിലായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അയാൾ മലയാളിയല്ല, അയാൾക്ക് കൊടുക്കേണ്ടത് തെലുങ്കിലാണ്. അയാൾ തെലുങ്കനാണ്, അല്ലെ ഇംഗ്ലീഷിൽ കൊടുക്കുക. മലയാളത്തിൽ നോട്ടീസ് കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മനഃപൂർവ്വം ഇവർ ആസൂത്രിതമായിട്ട് അട്ടിമറിച്ചതാണ്. ശരിയാണ്. ഈ കോടതിയിൽ ഈ റാമിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് എന്താണ്? നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, തെലുങ്കനായിട്ടുള്ള ഒരാൾക്ക് മലയാളം അറിയില്ല, അയാൾക്ക് മലയാള ഭാഷയിൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു, ഇത് ചട്ടലംഘനമാണ്, ഇത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം. കോടതി അവിടെ പറഞ്ഞു പൊക്കോളാം. എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞ അദ്ദേഹത്തെ വെളിയിൽ നിന്ന് വീണ്ടും പിടിച്ചുകൊണ്ട് ഒരു നാടകം കളിച്ച് നോട്ടീസും കൊടുത്ത് ഇറക്കി വിട്ടു. ചുരുക്കി പറഞ്ഞാൽ എന്ത് പറ്റി? മൊത്തം പരിഹാസ്യമായ രീതിയിലാണ് പോലീസ് പെരുമാറിയത്. അല്ല, ചുരുക്കി പറഞ്ഞാൽ എന്ത് പറ്റി? റാം ഇപ്പോൾ സ്വതന്ത്രനാണ്. സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളാണ്. മുൻകൂർ ജാമ്യം നിഷേധിക്കുക അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ സുപ്രീം കോടതി അതിരൂക്ഷമായിട്ട് വിമർശിച്ച് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളാണ്. അറസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തു, കിടക്കുന്നു, ജാമ്യമൊക്കെ കിട്ടി, വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. അതായത് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ആൾക്ക് കേരള പോലീസ് ജാമ്യം കൊടുത്തു. ഇപ്പൊ ഏതായാലും ആഭ്യന്തരമന്ത്രി DGPയോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഒന്നും സമയമില്ല, അവരുടെ തൂഫാനാണ്. ഇതൊന്നും നോക്കാൻ ഇപ്പോൾ ആർക്കും സമയമില്ല, എല്ലാവരും തൂഫാൻ്റെ പുറകെ. ക്രൈംബ്രാഞ്ചിലെ ഒരു ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ആളാണ് ഈ പ്രതിയെ പിടിച്ചതും കൊണ്ടുപോയതും ഹാജരാക്കി. ഈ ശ്രീജിത്ത് കൊടേരി അന്തം കമ്മിയാണ്. കാരണം CPMൻ്റെ പിണറായി വിജയൻ്റെ കാലത്ത് അവർ ഇയാളെ ഇന്ന പോലെ ഇത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പലയിടത്തും ഈ പേര് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകാം ഇത് മനഃപൂർവ്വം ചെയ്തു കൊടുത്താണ്. അതിനകത്ത് സർക്കാരിന് മൗനാനുവാദം ഉണ്ടോ, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് മൗനാനുവാദം ഉണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ജനസമൂഹത്തിന് മുന്നിൽ അവർ നാണം കെട്ടു. രാത്രി നമ്മൾ കണ്ടാൽ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടതല്ലേ, നമ്മൾ അവിടെ കണ്ണൂരിൽ നടക്കുന്ന പരിപാടികൾ പോലീസ് എന്താണ് കാട്ടിക്കൂട്ടുന്നത്? രാത്രി ഈ റാമിൻ്റെ ഭാര്യ കടന്ന് കരയുന്നു, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ പിടിച്ചുകൊണ്ട് പോകണേ, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് ഇതൊരു മൊത്തത്തിൽ ഒരു വല്ലാത്ത സീൻ സൃഷ്ടിക്കുകയും ഒരു സഹതാപതരംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചോന്നൊരു സംശയമുണ്ട്.
ഈ ഇത്രയും വലിയ വിവാദമായ ഒരു കേസിലെ പ്രതിക്ക് വേണ്ടി? ഈ തുടക്കം മുതൽ പോലീസിൻ്റെ ഒരു രീതി റാം ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ്. കാരണം കണ്ണൂർ SP തന്നെ ഇതിനകത്ത് പറഞ്ഞിരുന്നു, റാമിന് ഇതിനകത്ത് പങ്കൊന്നുമില്ല, ഇത് ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ ലോൺ ആപ്പുകാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അത് ചെയ്തതെന്നാണ്. ഇത് ഈ പയ്യൻ ഇവന്റെ അളിയന് വേണ്ടി എങ്ങാണ്ട് എടുത്തു കൊടുത്തായി പൈസ പറയുന്നുണ്ട്. വീട്ടിലെന്താ കുടുംബാവശ്യത്തിന് വേണ്ടി എടുത്ത പൈസ എടുത്താണെന്ന് പറയുന്നു, വിദ്യാഭ്യാസത്തിന് എടുത്ത പൈസ അല്ല. അപ്പൊ തുടക്കം തൊട്ടേ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോലീസ് ഒരു മുൻധാരണയിലേക്ക് എത്തും. പോലീസ് എത്തുന്ന ആ മുൻധാരണയുടെ പുറത്താണ് ഈ റാമിനെ അവർ ഇപ്പോഴും വിട്ട് കളിക്കുന്നത്. പക്ഷേ ഈ റാമിനെതിരെ ഈ വകുപ്പുകൾ ഇടേണ്ടതായിട്ട് വന്നു, കർശനമായിട്ടുള്ള സമ്മർദ്ദം വന്നുകൊണ്ടാണ് ഇത്തരം വകുപ്പുകളൊക്കെ ചേർക്കേണ്ടി വന്നത്. എന്തായാലും കോടതിയുടെ നിരീക്ഷണം ഭയങ്കരമാണ്. കോടതി സകല നിലയും വിട്ട് ആഞ്ഞടിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിരസിച്ച ഒരു മനുഷ്യന് പോലീസ് ഇറക്കി വിട്ടിരിക്കുകയാണ് പൊയ്ക്കോളാൻ. നടപടിക്രമങ്ങൾ പാലിച്ചില്ല. നടപടിക്രമങ്ങൾ അറിയാൻ പാടില്ലാത്തവരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നതന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ. അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് കഷ്ടമാണ്. എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്ന ഇത് കൈക്കൂലി മേടിച്ചിട്ട് ഇറക്കി വിട്ടതാണോ എന്ന് സംശയിക്കണം. ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പം തന്നെ നടപടി എടുക്കണമെന്നാണ്. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ നടപടി എടുക്കണം. എന്തായാലും സർക്കാർ DIG അജിത ബീഗത്തെ അതെ അന്വേഷിക്കുന്നതാണ്. അവരെ തന്നെ വീണ്ടും ഏൽപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം SP മോഹനേന്ദ്രന് ഇതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് പല വിധത്തിലുള്ള വീഴ്ചകളും സംഭവിക്കുന്നു. അദ്ദേഹം തൂഫാന്റെ പുറകെയാണ്, അദ്ദേഹം വേറെ ഒന്നിനകത്തോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ. അതിന്റെ ലഹരിയിലാണ് അദ്ദേഹം, തൂഫാന്റെ ഒരു ഹാങ് ഓവറിലാണ് അദ്ദേഹം നടക്കുന്നത്. തൂഫാൻ നല്ലതാണ്, തൂഫാൻ കാരണം വലിയ തോതിൽ ഒതുങ്ങി അല്ലേ, അത് ഒതുങ്ങി. പക്ഷെ അദ്ദേഹം അത് അതിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരത് നോക്കിക്കോട്ടെ. പക്ഷെ ബാക്കി കാര്യങ്ങളിൽ ഇവിടെ നമ്മൾ പലപ്പോഴും ആവർത്തന വരച്ചാണെങ്കിൽ ക്ഷമിക്കുക, നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് പിണറായി പോലീസാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പിണറായിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവച്ച ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നത്. ഈ ആൾ തന്നെയാണ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും ഉള്ളത്. അവരിങ്ങനെ പലതും ചെയ്യും. കാര്യം ഇപ്പോഴും പിണറായിയുടെ ഭരണം പിന്നെ ഇല്ല എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിപ്പോഴും പിണറായിയുടെ പഴയ വിശ്വസ്തദാസന്മാരാണ്. ഇതിപ്പോൾ സർക്കാരിന് തന്നെയാണ് നാണക്കേട്. അല്ല, സർക്കാരിനാണ് നാണക്കേട്. സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേട്. ഇത്രയും നാളായിട്ട് ആരാണ് കാരണമെന്ന് ചോദിച്ചാൽ റാമിനെ രക്ഷിക്കാൻ നല്ല കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ്. LDF സർക്കാരിൻ്റെ കാലത്തിരുന്ന് അഴിമതിയും ക്രമക്കേടൊക്കെ നടത്തിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതാണ് രസകരം. എല്ലാ വകുപ്പുകളിലും എന്തിന് മുഖ്യമന്ത്രിയുടെ കീഴിൽ പോലും KA രതീഷ് എന്ന ഉദ്യോഗസ്ഥൻ 2 സ്ഥാപനങ്ങളെ ചുമതലയായിട്ട് ഇപ്പോഴും ഇരിക്കുകയല്ലേ. ഇപ്പോഴും സുഖമായിട്ട് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തിട്ട് അയാളെ മാറ്റിയിട്ടില്ല. ആ തോട്ടണ്ടി ഇറക്കുമതി കേസിൽ അഴിമതി നടത്തിയതിന് പ്രോസിക്യൂഷൻ സർക്കാർ അനുമതി കൊടുത്ത ആളാണ്, അയാളെ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. പോലീസിന്റെ കാര്യം ഇതിനേക്കാളും ദയനീയമാണ്. പിന്നെ ഗവൺമെന്റ് പ്ലീഡർമാരായിട്ട് മറ്റു പാർട്ടിക്കാർ വരുന്നു. സ്വർണ്ണമോഷണ കേസിലെ പ്രതിസ്ഥാനത്തുള്ള കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള അഭിഭാഷകൻ ദേവസ്വം ബോർഡിന് വക്കീലാവാൻ വരുന്നു. ഇത് മൊത്തത്തിൽ ആ പാടം ഒരു വൻ വെള്ളരിക്കപ്പെട്ടതാണ്, കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ നല്ലതാണ്, നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും മികച്ച പദ്ധതിയാണ്. പക്ഷെ അത് പോലീസിന് മാത്രമാണ് പോലീസിന്റെ ജോലി എന്ന് കരുതണ്ട. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചത്. അത് പോലീസിന്റെ ജോലി അല്ല, സത്യത്തിൽ എക്സൈസ് വകുപ്പിന്റെ ജോലിയാണ് എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിന്റെ ജോലിയാണ്, അല്ലാതെ പോലീസിന്റെയും വനം വകുപ്പിന്റെ ഒന്നും പണിയല്ല. യൂണിഫോം ഉണ്ടെന്ന് കരുതി അതുകൊണ്ട് എന്ത് പറ്റും, പോലീസ് ഇതോടെയാണെന്ന് പിടിക്കുന്നതുകൊണ്ട് എക്സൈസുകാർ അലസന്മാരാകുന്നു. അത്രേ ഉള്ളൂ, അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വിമർശനം സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുമെന്ന് കരുതാം. ഇപ്പം രമേശ് ചെന്നിത്തല ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് കർശന നടപടി ഉണ്ടാകും, ഇതാരാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല, എന്ത് നടപടിയാണ്, കൂടി വന്നാൽ അയാളെ സ്ഥലം മാറ്റും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമായിരിക്കും. അത് സസ്പെൻഷൻ ഇത്ര ദിവസം കഴിയുന്നുണ്ടെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പം റാമിൻ്റെ ഇനിയിപ്പോൾ അയാളെ പിടിച്ച് ജയിലിലിടാമെന്ന് ഇവർ കരുതണ്ട. ഇനിയിപ്പോൾ അയാൾക്ക് ജാമ്യം തന്നെ കിട്ടും. അതാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ആദ്യമേ ഇതങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. ഇദ്ദേഹത്തെ വെറുതെ സുപ്രീം കോടതി വരെ ഓടിച്ച് അങ്ങനെ കാശ് കളയണ്ടായിരുന്നു. ആ കാശ് കൂടി ഇവർക്ക് വേണേൽ മേടിച്ചെടുക്കരുത് അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഹൈക്കോടതിയുടെ ആ വിമർശനം ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു അടിയാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അടിയാണ്. ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചാൽ കൊള്ളാം. തൂഫാനൊക്കെ നല്ലത് തന്നെ. തൂഫാൻ വളരെ അംഗീകരിക്കപ്പെട്ട ഒരു നല്ല പദ്ധതി തന്നെയാണ്. അതും തുടർന്ന് മുന്നോട്ട് പോകണമല്ലോ, അതും നടക്കട്ടെ. പക്ഷെ അതിനൊപ്പം തന്നെ ഇത്തരം നിസാരമെന്ന് തോന്നിച്ചേക്കാവുന്ന ഗൗരവതരമായ കാര്യങ്ങൾ കുറേ നമ്മുടെ മുന്നിൽ തന്നെ വേണം.